ജമ്മു കശ്മീരിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി പ്രകടന പത്രിക പുറത്തിറക്കി മെഹബൂബ മുഫ്തിയുടെ PDP കഴിഞ്ഞ ദിവസം രംഗത്തു വന്നത് ശ്രദ്ധേയമായി. പ്രകടന പത്രിക പുറത്തിറക്കിയതിനോടൊപ്പം തന്നെ നിർണായകമായ മറ്റൊരു പ്രഖ്യാപനവും മെഹബൂബ മുഫ്തി നടത്തിയിട്ടുണ്ട്. നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും സ്വീകാര്യമാണെങ്കിൽ അവരുടെ സഖ്യത്തിന് പിന്തുണ നൽകുമെന്നും തങ്ങൾ ഒരു സീറ്റിലും മത്സരിക്കില്ലെന്നുമാണ് മുൻ ജമ്മു കശ്മീർ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഞങ്ങളുടെ പ്രകടന പത്രിക അംഗീകരിക്കാനും കശ്മീർ പ്രശ്ന പരിഹാരത്തിന് സമ്മതം നൽകാനും നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തയ്യാറാണെങ്കിൽ ഒരു സീറ്റിലും മത്സരിക്കാതെ ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുമെന്നാണ് മെഹബൂബ പറഞ്ഞിരിക്കുന്നത്. ലൈൻ ഓഫ് കൺട്രോളിലുടനീളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാരം പുനഃസ്ഥാപിക്കുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും PDPയുടെ പ്രകടന പത്രികയിലുണ്ട്. ഇതേ കാര്യം നാഷണൽ കോൺഫറൻസ് അതിന്റെ പ്രകടന പത്രികയിലെ 12 ഉറപ്പുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനുരഞ്ജനത്തിനായി ഞങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കശ്മീരിൽ സ്ഥിതി കൂടുതൽ വഷളായി. ഈ സമയത്താണ് കശ്മീർ വിഷയം സീറ്റ് വിഭജനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ അത് വളരെ വലുതാണ്. അതിപ്പോഴും നിലനിൽക്കുന്നുവെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. നിയന്ത്രണ രേഖയിലുള്ള തുറന്ന വ്യാപാരത്തിനു പുറമെ താമസക്കാർക്ക് 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും ആരാധനാലയങ്ങൾക്കും സൗജന്യ വൈദ്യുതി, സൗജന്യ കുടിവെള്ളം, വീട്ടിൽ 1 മുതൽ 6 വരെ ആളുകളുള്ള പാവപ്പെട്ടവർക്ക് ആവശ്യത്തിന് അരിയും റേഷനും ഉറപ്പുവരുത്തുക, പാവപ്പെട്ട കുടുംബത്തിന് പ്രതിവർഷം 12 സിലിണ്ടറുകൾ തുടങ്ങിയവയും PDPയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളാണ്. കൂടാതെ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷ ഇരട്ടിയാക്കുമെന്നും PDP കൂട്ടിച്ചേർത്തു. നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള ശാരദാപീഠം ഒരു സമ്പൂർണ്ണ മത തീർത്ഥാടന കേന്ദ്രമായി തുറക്കണമെന്ന ആവശ്യവും മെഹബൂബ മുഫ്തിയുടെ പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അഫ്സ്പ അസാധുവാക്കൽ, ജമ്മു ആൻഡ് കശ്മീർ മനുഷ്യാവകാശ കമ്മീഷൻ പുനഃസ്ഥാപിക്കൽ, ജമ്മു കശ്മീരിലെ ജനങ്ങളുടെ ഭൂമി, തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുക, പ്രാദേശിക ഉൽപാദകർക്ക് പ്രയോജനം ചെയ്യുന്നതിനായി ആപ്പിളിന് 100% ഇറക്കുമതി തീരുവ ചുമത്തുക തുടങ്ങിയവയാണ് മറ്റു പ്രധാന വാഗ്ദാനങ്ങൾ. അതേസമയം ജമ്മു കശ്മീരിൽ 3 ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 18 ആരംഭിച്ച് ഒക്ടോബർ 1 അവസാനിക്കുക. ഫലം ഒക്ടോബർ 4 പ്രഖ്യാപിക്കും. തിരഞ്ഞെടുപ്പിനായി നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യം രൂപീകരിച്ചിട്ടുണ്ട്. BJPയും സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേസമയം ജമ്മു കശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മേഖലയിലെ പ്രാദേശിക കക്ഷികളുടെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തു വന്നതും ശ്രദ്ധേയമായിരുന്നു. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദമായ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കില്ലെന്നാണ് അമിത്ഷാ പറഞ്ഞത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജമ്മു കശ്മീരിലെ പ്രധാന പ്രാദേശിക പാർട്ടികളായ നാഷണൽ കോൺഫറൻസും PDPയും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ചതിനു പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ അഭിപ്രായ പ്രകടനം. ഇരു പാർട്ടികളും സമാനമായ രീതിയിൽ കശ്മീരിന് പ്രത്യേക പദവി തിരികെ നൽകുമെന്ന വാഗ്ദാനം മുൻനിർത്തിയാണ് പ്രചരണം നടത്തുന്നത്. ആർട്ടിക്കിൾ 370 ജമ്മു കശ്മീരിൽ ഒരു സ്ഥാനവുമില്ലെന്നാണ് അമിത്ഷാ ആണയിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 370 ഇപ്പോഴായാലും അപ്പോഴായാലും ജമ്മു കാശ്മീരിൽ ഒരു സ്ഥാനവുമില്ല. അതിനെ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല എന്നായിരുന്നു ഷായുടെ വാദം.